ആരാണ് കേരള നിയമസഭയിലെ പ്രതിപക്ഷം? 3 പേരുള്ള BJP ആണോ, അതോ അതിനു മുന്നേ നിൽക്കുന്ന CPM നയിക്കുന്ന LDF ആണോ പ്രതിപക്ഷം? കേരളത്തിൽ ആദ്യമായിട്ടാണ് പ്രതിപക്ഷ സ്ഥാനത്തെത്തി ഈ ഒരു മത്സരം ഉണ്ടാകുന്നത്. അപ്പോൾ രാജേട്ടനായ സമയത്ത് മത്സരം തന്നെ, രാജേട്ടൻ അവിടെ വന്നിരിക്കുമ്പോൾ. അതെ. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നതിൽ 3 പേരുകളുടെ ഒരു പ്രത്യേകത, 3 പേര് താരതമ്യേന യങ്ങാണ്. രാജീവ് ചന്ദ്രശേഖരാണെങ്കിൽ നന്നായി പഠിക്കുകയും പല ഭാഷകൾ കൈകാര്യം ചെയ്യാനും പിന്നെ കാഞ്ഞ ബുദ്ധിയുമാണ്. മുരളീധരനാണെങ്കിൽ രാഷ്ട്രീയം നല്ല എന്താ പറയുക, തഴമ്പിച്ച മനുഷ്യനാണ്. മാത്രമല്ല അങ്ങനെ നല്ല വിവരമാണ്. പിന്നെ കേരളത്തിൽ മർമ്മം അനുസരിച്ചിട്ട് മർമ്മം നോക്കി ഭാഷ പ്രയോഗിക്കാൻ മുരളിക്ക് അറിയാം. വേറൊരാൾ ചാത്തന്നൂർ MLA ആണ്. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ അവിടെ ഒരു കമ്മ്യൂണിറ്റിക്കിടയിൽ നല്ല സ്വാധീനമുള്ള ആളാണ്. ഇത് 3 ആളുണ്ടെങ്കിൽ പോലില്ല മറ്റേ 30 ആൾക്ക് തുല്യമാണ്. മറ്റേതിൽ നമ്മുടെ അടുത്തേക്ക് ഒരു ബാലഗോപാൽ, ആരൊക്കെയാണ് എണ്ണി പറയാൻ പറ്റുന്ന ആൾ? ഒരു ബാലഗോപാലുണ്ട് എണ്ണി പറയാൻ പറ്റുന്നത്. പിന്നെ വേറെ ആളുകളുണ്ടാവും. പിണറായി വിജയനില്ലേ? മൂപ്പർക്ക് ഏജ് ആയില്ലേ? ഏജ് ആയില്ലായിരുന്നെങ്കിൽ മുരളിക്ക് അതിന് മൂപ്പര് മതിയായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ആപ്പാടതിൽ ആരുള്ളത്? ഒരു ബാലഗോപാലുണ്ട്. പിന്നെ ആരുള്ളൂ? ബാക്കിയൊക്കെ പയ്യന്മാരാണ്. മുഹമ്മദ് റിയാസിനെ കൊണ്ട് പറ്റത്തില്ല. റിയാസിന് ഇവരോട് നേരിടാനുള്ള കെൽപ്പൊന്നുമില്ല. രണ്ടുപേരും ഭയങ്കര താപ്പാണ് അയാളാണ്. പിന്നെ മറ്റേ ആൾക്ക് വലിയ നിയമസഭാ പെർഫോമൻസ് ആയിരിക്കില്ല. അയാൾ ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുക. ചാത്തന്നൂർ MLA. അതാണ് അവർക്ക് ആവശ്യം. രാജീവ് ഉണ്ടായിരുന്നെങ്കിൽ സൈദ്ധാന്തികപരമായിട്ടൊക്കെ എങ്കിലും സംസാരിക്കും. അത് വലിയ അല്ല, CPM നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. CPM അങ്ങനെ പറയാൻ 1, 2 ഈ വിവരമുള്ള ബാലഗോപാൽ വെച്ച് ആര് സംസാരിച്ചാലും സൈദ്ധാന്തിക ആർക്കൊന്നും മനസ്സിലാവില്ല. ഈ മുരളീധരനൊക്കെ സാധാരണക്കാരൻ്റെ ഭാഷയിൽ സംസാരിക്കുക. രാജീവിന് മലയാളം ശരിക്കും അറിഞ്ഞൂടാത്തതുകൊണ്ട് സിമ്പിളായി സംസാരിക്കുക. അത് നാട്ടുകാർക്ക് മനസ്സിലാവും. ഇത് ഈ ഭാഷ കൂടുതൽ അറിഞ്ഞാലും വിവരം കൂടുതലുണ്ടാകാൻ വലിയ പ്രശ്നമാണ്. അപ്പം നിയമസഭയിൽ ശരിക്കും ഈ 3 ഒരുപാട് മഹാഭാരത യുദ്ധം പോലായിരിക്കും. 5 അശ്വണിപ്പടയും 11 അശ്വണിപ്പടയും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതിൽ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കാൻ പറയുന്നതുകൊണ്ട് ആത്മാർത്ഥമുള്ള ഉള്ളവരും അതിന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകൾ മാത്രമേ വിജയിക്കുള്ളൂ. അപ്പം സ്വരാജിന് ഈ സഭ വഴിയാണ് കുറച്ച് പേരുണ്ട്. പക്ഷെ സ്വരാജും VD സതീശൻ നമ്മൾ വ്യത്യാസം എന്ന് വെച്ചാൽ VD സതീശൻ പറയുന്ന ആത്മാർത്ഥമുണ്ട്. സ്വരാജ് പറഞ്ഞാൽ ആത്മാർത്ഥം നമുക്ക് ഫീൽ ചെയ്യില്ല. ലൈഫ് ഇപ്പം ഒരു ഇതുവരെയുള്ള കാര്യം ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അത് BJP ആ രീതിയിൽ ഉപയോഗിക്കാൻ നല്ല സാധ്യതയുണ്ട്. പിന്നെ അവർക്കൊരു MP ഉണ്ട്, എന്തിനും പോരുന്നൊരു MP ഉണ്ട്. അയാളപ്പം ചങ്ങല കിട്ടി വെച്ചിരിക്കുകയാണ്. ചങ്ങല ഒന്ന് അയച്ചു കൊടുത്താൽ അങ്ങനെ ഇടയുമ്പോൾ എന്തിലും ഇടപെടും. അത് നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. ഒരു കേന്ദ്രമന്ത്രി ഉണ്ട് അവർക്ക്, MP സൂപ്പർ സ്റ്റാർ, എന്തിനും പോരുന്ന ആൾ. അങ്ങനെ ഇപ്പം ചങ്ങല കിട്ടുകൊണ്ട് അങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. വേറെ സദാനന്ദ മാഷുണ്ട്. അങ്ങനെ CPM ഫാസിസത്തിൻ്റെ രക്തസാക്ഷിയാണ്. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. KV സുധീഷിനെ ഇങ്ങേരെ കാല് വെട്ടിയത് ഇതിനാണ് KV സുധീഷിനെ വെട്ടിയത്. അതിങ്ങനെ വിടുക. അത് പിന്നെ അതിങ്ങനെ റോളോ ചെയ്തിട്ട് P ജയരാജനെ വെട്ടുന്നു, കതിരൂർ മനോജനെ, അങ്ങനെ സംഭവമാണ്. അതായത് അങ്ങനെ അവിടെ ഉണ്ട്. അപ്പോൾ BJPയെ സംബന്ധിച്ച് പല മേഖലകൾ കളിക്കാൻ പറ്റുന്ന ടീമുണ്ട്. അവർക്ക് ആപ്പാടില്ലാത്ത, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ന്യൂട്രൽ ചാനലില്ല. ഒരു ന്യൂട്രൽ ചാനൽ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ജനം മാത്രമേ ഉള്ളൂ. അവനാരും കാണും? ജനം മാത്രമേ ഉള്ളൂ. അത് അവർ മാത്രം കാണും. അവർ കണ്ടിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് സഭയിൽ ഇനി വരാൻ പോകുന്നത് വലിയ ഫൈറ്റാണ്. ഇപ്പോൾ സതീശനായതുകൊണ്ട് ഈ സഭാ TVക്ക് അങ്ങനെ ഒരുപാട് നിയന്ത്രണം സതീശൻ കൊണ്ടുവരാൻ സാധ്യതയില്ല. കൊണ്ടുവന്നാൽ പിന്നെ സതീശൻ ഇല്ലാതാവുമല്ലോ. CPM-നെ പോലെ അതവർ നന്നായിട്ട് ഉപയോഗപ്പെടുത്തും. പിന്നെ അവരുടെ ഇടയിൽ ആകപ്പാടുള്ള പ്രശ്നം ഇത് അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോഴും അവരുടെ ഇടയിൽ ഈ വെട്ട് കൂടുതലാണ്. അപ്പോൾ അവരുടെ പല സ്ഥാനാർത്ഥികളും തോൽക്കാൻ കാരണം ഉള്ളെന്നുള്ള ശോഭാ സുരേന്ദ്രൻ ആ പൈസ കൊടുത്ത് എന്ന് പറയുന്നത് ശോഭ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ ഉള്ളുന്ന ഓരോ കളിച്ചാണ് അവരുടെ അകത്ത് നിന്ന് തന്നെ. അപ്പോൾ അവരുടെ ഈ കോൺഗ്രസ് സ്വഭാവം മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന നിയമസഭയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ പുറത്തും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അവർ കണ്ടൊരു കാര്യം, നമ്മൾ സുരേഷിനെ പറ്റി ഒരു വീഡിയോ ചെയ്തില്ലേ? അപ്പോൾ അതൊക്കെ സത്യമാണ്, ഞാൻ വെറുതെ ചെയ്തതല്ല. അത് ആ പാടെ കുറച്ചല്ലേ ഓടിയുള്ളൂ, അത്രയേ ഉള്ളൂ. അതിന് സംഭവം എന്ന് വെച്ചാൽ സുരേഷിന് ഈ പോകുന്ന ടീമിനെ അവരെ ഈ BJP അനുയായികൾ പലർക്കും ഇഷ്ടമില്ല എന്നുള്ളതാണ്. അതെനിക്ക് എന്തുകൊണ്ടാണ്, സുരേഷ് വലിയ RSS തന്നെയാണ്. പരമേശ്വർജിയൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമുള്ള നാട്ടിൽ എൻ്റെ വീടിൻ്റെ അടുത്താണ്. RSS തന്നെയാണ് സുരേഷ്. എൻ്റെ തിരുവനന്തപുരം വീടിൻ്റെ അടുത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈഗോയുടെ പ്രശ്നങ്ങളുണ്ട്. അതവർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവരെ പിടിച്ചാൽ കിട്ടില്ല. കാരണം അവർ ടെസ്റ്റഡ് അല്ലാത്ത ആളുകൾക്ക് എൻത്യൂസിയാസം ഉണ്ടാവും, പെർഫെക്ഷനസ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും,
സല്ലാപ സിനിമയിൽ ആദ്യം കാസ്റ്റ് ചെയ്യാൻ വിചാരിച്ച വിനീതിനാണ്. വിനീതിന് ചില വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. കാരണം എന്താ പറയുക, ഒരു ഫ്രഷ്നെസ് ഇല്ല അത്. അതായത് ദിലീപ് വന്നവർ ഫ്രഷ് ഫേസായി, ഫ്രഷ്നെസ് ഉണ്ടായി. അതേപോലെ തന്നെ മറ്റേ ഈ സിനിമയിൽ കുഞ്ചാക്കോ അനിയത്തിപ്പാവിൽ ആദ്യം കാസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചത് വിനീതിനാണ്. പക്ഷെ വിനീത് വന്നതിന് ഫ്രഷ്നെസ് ഇല്ല, കുഞ്ചാക്കോ വന്ന ഫ്രഷ്നെസ്. അപ്പോൾ BJPക്ക് ഒരു ഫ്രഷ്നെസ് ഉണ്ട്, അത് അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണം. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് ഏറ്റവും മോശം സാഹചര്യത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അത് ഇലക്ഷൻ്റെ പരാജയം, അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. ആളുകൾ ഇപ്പം ചോദിക്കും, ഇത്രയും തിരക്കിട്ട് ഈ എന്താണ് ഈ എക്സ്പ്രസ് ഹൈവേ എന്തിനാണ് ഉണ്ടാക്കിയത്? എക്സ്പ്രസ് ഹൈവേ അല്ല, ഈ ഹൈസ്പീഡ് റെയിൽവേ കേരളയിൽ എന്തിനായിരുന്നു? അപ്പോൾ ആളുകൾ ഇപ്പോൾ അതുവരെ സംശയിക്കാത്ത ആളുകൾ അതിന് വേറെ പലതും സംശയിച്ചു തുടങ്ങി. അതിന് പിന്നെ എന്താ മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടോ? അല്ല ഇത്രയും ഇപ്പോൾ CPM പൊതുവെ CPM പിണറായി അവർക്ക് നഷ്ടം ഉണ്ടാകുന്ന ഒരു കാര്യം ചെയ്യില്ല. അപ്പോൾ അവർക്ക് അവരുടെ ഇമേജ് നഷ്ടം ഉണ്ടാകുമെന്ന് എഴുതിയിട്ട് ഇത്രമാത്രം ജനങ്ങളെ എതിരാക്കിയത് എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോൾ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് ബുദ്ധിജീവികളും അതിന് ഇരകളും മറ്റുള്ളവരും ചിന്തിച്ചു തുടങ്ങി. പിന്നെ രണ്ടാമത്തെ കാര്യം, പാർട്ടി ഗ്രാമങ്ങളിലാണ് വോട്ട് പോയിട്ടുള്ളത്. അത് വലിയ വിഷയമാണ്. ചാത്തന്നൂരെ വിജയം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം ഒന്നതല്ല, എനിക്കൊന്ന് മുമ്പ് ഇതിനെക്കാട്ടും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? പ്രശ്നം ഇതിനെ താങ്ങി നിർത്തുന്ന തൂണുകളുടെ അടിഭാഗം ദ്രവിക്കുന്നു, തൂണുകൾക്ക് വിള്ളലുണ്ടാവും. മാത്രമല്ല ഒരു ഫ്രഷ് എൻട്രി ആയിട്ട് BJP കടന്നു വരും. അവരുടെ ഒരു പിന്നെ CPM-ൻ്റെ ഒരു ഭാഗ്യത്തിന് കോൺഗ്രസിൻ്റെ CPM-ൻ്റെ എല്ലാ നെഗറ്റീവ് സാധനങ്ങളും BJP-യിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഗ്രൂപ്പ് ഉണ്ട്, അടിയുണ്ട്, അത്യാവശ്യം പാസസ് ഉണ്ട്, ഇതൊക്കെ BJP-യിലുണ്ട്. കാശുണ്ടാക്കുന്ന പരിപാടിയുണ്ട്. ഇതുള്ളതുകൊണ്ട് അത്ര ഫ്രഷായി ഫീൽ ചെയ്യില്ല എന്നേ ഉള്ളൂ. അതായത് നമ്മുടെ വിക്രം തമിഴ് സിനിമയിൽ പുതുമുഖ നായകനെ വന്ന പോലെ, വിക്രം ഓൾറെഡി അവിടെ പല സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വിക്രമിനെ പുതുമുഖമായിട്ടാണ് ആളുകൾ കണ്ടത്. വിക്രം 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് യുവതാരമായിട്ട് വന്നത്. അതേപോലെയാണ് BJP-യുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതൊക്കെ അറിയാം, എങ്കിൽ പോലും ഫ്രഷ്നെസ് ഉണ്ട്. അപ്പം പ്രതിപക്ഷ നേതാവ് CPM തന്നെയായിരിക്കാം. പക്ഷെ ഇതുവരെയുള്ള ലക്ഷണം വെച്ചിട്ട് സ്കോർ ചെയ്യാൻ പോകുന്ന മുരളി തന്നെ ആയിരിക്കും. CPI-യിൽ നിന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ അത് CPI ഒരാളെ വരുമോ? അല്ല, മുൻ മന്ത്രിയായി മന്ത്രിയായിട്ടൊന്നും കാര്യമല്ലല്ലോ. CPI-നെ ഞാൻ പറഞ്ഞത് ആ രീതി ഇന്റലക്ച്വൽ പരിവേഷവും ആ രീതി കാര്യങ്ങൾ മൾട്ടി ലീഗലായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ശേഷിയുള്ള ആള് രാജാജി മാത്യു തോമസ്. അങ്ങനെ അല്ല, അങ്ങനെ MLA പോലും അല്ല. വേറെ ഉള്ളത് ഇല്ല. ഒന്നീ പറയുന്ന ആത്മാർത്ഥത വേണം, ഒന്നത്രയും പ്രത്യയശാസ്ത്രമായ ധാരണ വേണം, സിമ്പിളായ കാര്യങ്ങൾ പറയാൻ പറ്റണം, എന്തിനെ നേരിടുള്ള ചങ്കൂറ്റം വേണം. മുരളീധരൻ ഇതുണ്ട്, രാജീവ് ചന്ദ്രശേഖരന് എന്തൊക്കെ ഉണ്ട് എന്ന് മൂപ്പര് പുറത്ത് കാണിക്കാതെ ഒളിപ്പിച്ചു. ഇതൊക്കെ മൂപ്പർക്കുണ്ട്. മൂപ്പര് വന്നതിന് ശേഷം BJP-ന്റെ ഗ്രാഫ് ഇവിടെ മുകളിലോട്ടാണ്, പ്രാക്ടിക്കലി മുകളിലോട്ടാണ്. കോർപ്പറേഷൻ പിടിക്കുന്നു, 3 സീറ്റ് ഉണ്ടാക്കുന്നു, എല്ലാ കാര്യമാണോ? അപ്പം അവർക്കത് ഉണ്ട്. പിന്നെ താഴെ തട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ചാത്തന്നൂർ MLA ഉണ്ട്. അത്ര സുഖമല്ല. CPM-ന് ബുദ്ധിമുട്ടായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ ലീഡർ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യും. പണ്ടത്തെ പോലെ ഡയലോഗ് അടിച്ച് നാട്ടുകാർ നിങ്ങളെന്താ ചെയ്തെന്ന് ചോദിക്കും. അതാണ് പ്രശ്നം. നിങ്ങളെന്താ ചെയ്തെന്ന് ചോദിക്കും. BJP-ക്ക് ചോദിക്കാനുള്ള സ്കോപ്പ് BJP-ക്ക് കേരളത്തിൽ ഇല്ലല്ലോ, ഉണ്ടായി ഇടുന്നല്ലേ ഉള്ളൂ. 2 കാര്യങ്ങൾ നിർണായകമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP-യുടെ പെർഫോമൻസ്, അതാണ് ഇവർക്കൊന്നുണ്ട്. 3, അടുത്തത് സുരേഷ് ഗോപി MP എന്ന രീതിയിൽ സുരേഷ് ഗോപിയുടെ പെർഫോമൻസ്, പ്ലസ് നിയമസഭയിലെ ഈ 3 പേരുടെ പെർഫോമൻസും കൂടി വരുമ്പോൾ അതൊരു വലിയ വെല്ലുവിളിയാണ് CPM.